പണ്ട് പണ്ട് ബാൻകാൻ, നാംമാവു എന്നീ ഗ്രാമങ്ങളിലെ ആളുകൾ ശ്രീബുദ്ധനെ ആരാധിക്കാൻ വർഷം തോറും ഒരാഘോഷം നടത്തുമായിരുന്നു. വലിയ ഉത്സവമായിരുന്നു. ഒരാഘോഷവേളയിൽ വളരെ അറപ്പ് തോന്നിപ്പിക്കുന്ന മെലിഞ്ഞുണങ്ങിയ ഒരു യാചിക കടന്നുവന്നു. വിശന്നു വലഞ്ഞ അവർ ഒരു പിടി ചോറിനായി യാചിച്ചു. അവിടെ സന്നിഹിതരായിരുന്ന സ്ത്രീകൾ അവളെ ആട്ടിയോടിച്ചു. ഗ്രാമത്തിലൂടെ വിശന്നലഞ്ഞു നടന്ന അവളോട് കനിവ് തോന്നിയ ഒരു വിധവ അവളെ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി ആഹാരവും താമസ സൗകര്യവും കൊടുത്തു. വീട്ടിൽ വിധവയും മകളും മാത്രമായിരുന്നു താമസം. ഒരു രാത്രി യാചികയുടെ മുറിയിൽ നിന്ന് അസാമാന്യമായ പ്രകാശം വരുന്നത് കണ്ട് വിധവ ചെന്നു നോക്കിയപ്പോൾ ഒരസ്ഥികൂടം ഉത്തരത്തിൽ തൂങ്ങി നിൽക്കുന്നു. ഭീകരരംഗം കണ്ട് ഭയചകിതയായി വിധവ. അടുത്ത പ്രഭാതത്തിൽ അസ്ഥികൂടം അപ്രത്യക്ഷമായിരുന്നു. ഈ സ്ഥലം മുങ്ങിത്താഴാൻ പോവുകയാണ്. യാചിക വിധവയെ അറിയിച്ചു. ഈ ഭസ്മം ചുറ്റും വിതറിയാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഇതു പറഞ്ഞ് യാചിക കയ്യിൽ കരുതിയിരുന്ന ഭസ്മക്കൂട് വിധവയ്ക്ക് നൽകി. അപ്പോൾ ഗ്രാമവാസികളുടെ കാര്യമോ? അല്പനേരം ആലോചിച്ച ശേഷം യാചിക ഒരു നെന്മണിയെടുത്ത് അതിൻ്റെ ഉമി രണ്ടായി പകുത്ത് അവർക്ക് നൽകി. ഇത് വെള്ളത്തിലിട്ടാൽ മതി. യാചിക അപ്രത്യക്ഷയായി. ഗ്രാമം വെള്ളം കയറി നശിക്കുമെന്ന് വിധവ നാട്ടുകാരെ അറിയിച്ചു. അവർ വിധവയെ പരിഹസിച്ചു. അന്നു വൈകിട്ട് പൊടുന്നനെ ഭൂമി പൊട്ടി പ്രളയം വന്ന് ഗ്രാമത്തെ മുക്കി. ഗ്രാമീണർ വെള്ളത്തിനടിയിലായി. വിധവയുടെ വീടും സ്ഥലവും മാത്രം ജലോപരിതലത്തിലേക്ക് ഉയർന്നു വന്നു. പെട്ടെന്ന് അവർ യാചിക നൽകിയ നെന്മണിയുടെ ഉമി വെള്ളത്തിലേക്കിട്ടു. അത് വളർന്ന് 2 വള്ളങ്ങളായി രൂപാന്തരപ്പെട്ടു. വിധവയും മകളും അതിലേറി പ്രളയജലത്തിലൂടെ തുഴഞ്ഞ് മുങ്ങിത്താണുകൊണ്ടിരുന്ന ഗ്രാമീണരെ രക്ഷിച്ചു. ജലത്തിൽ നിന്ന് പൊങ്ങിവന്ന വിധവയുടെ വീടും സ്ഥലവും തടാകത്തിന് നടുവിൽ ഒരു ദ്വീപായി രൂപാന്തരം പ്രാപിച്ചു. ഇതാണ് ബാബി തടാകത്തിന്റെ ഐതിഹ്യം. ആകാശനീലിമയേക്കാൾ ആഴമുള്ള ഇന്ദ്രനീല ജലാശയം. നദികൾ, വെള്ളച്ചാട്ടം, അരുവികൾ, താഴ്വാരങ്ങൾ, ഗുഹകൾ എന്നിവ സംഗമിക്കുന്ന തടാകം. ഇത് വിയറ്റ്നാമിലെ ലോകപ്രശസ്തമായ ബാബി തടാകം. ബാൻകാൻ പ്രവിശ്യയിലെ ബാബി, ചോഡാൻ എന്നീ ജില്ലകളിലായി 8 കിലോമീറ്റർ നീളത്തിലും 2 കിലോമീറ്റർ വീതിയിലും വ്യാപിച്ചു കിടക്കുന്ന ബാബി 200 ദശലക്ഷം വർഷം മുൻപ് രൂപപ്പെട്ട ശുദ്ധജല തടാകമാണ്. ബാബി ദേശീയോദ്യാനത്തിന്റെ മധ്യഭാഗത്തുള്ള തടാകം ലോകത്തെ 20 പ്രധാനപ്പെട്ട ശുദ്ധജലാശയങ്ങളിലൊന്നായി യുനെസ്കോ പ്രഖ്യാപിച്ചു. സുതാര്യമായ ജലോപരിതലത്തിൽ തടാകക്കരയിലുള്ള കുന്നുകളും അതിലെ ഹരിത മരച്ചാർത്തും ആകാശവും പ്രതിബിംബിക്കുന്നു. ശരാശരി 20 മുതൽ 25 മീറ്റർ വരെ ആഴമുള്ള തടാകത്തിന്റെ അടിത്തട്ട് കണ്ണാടിയിലെന്ന പോലെ തെളിഞ്ഞു കാണാം. കിഴുക്കാന്തൂക്കായ ചുണ്ണാമ്പ് പാറക്കെട്ടുകളും ആഴത്തിലുള്ള ഗർത്തങ്ങളും നിറഞ്ഞതാണ് അടിത്തട്ട്. ബാബി ദേശീയോദ്യാനത്തിലെ പർവ്വതമടിത്തട്ടിലുള്ള ജലാശയത്തിൽ വനമെടുത്ത് ആകാശത്തേക്ക് ചൂണ്ടി നിൽക്കുന്നു ചുണ്ണാമ്പ് കുന്നുകൾ. ഓരോ കുന്നുകളും ഓരോ ശില്പരൂപം പൂണ്ടതാണ്. തടാകത്തിലൂടെ തുഴഞ്ഞൂർന്നു പോകാൻ നിരവധി ഗുഹകളുണ്ട്. സഹസ്രാബ്ദങ്ങളായി ചുണ്ണാമ്പ് പാറകൾക്ക് രൂപമാറ്റം വന്നുണ്ടായതാണ് ഈ ഗുഹകൾ. തടാകത്തിലെ ഹരിത ജലച്ചാർത്തിൽ നിന്ന് ഗുഹയ്ക്കുള്ളിലേക്ക് കടക്കുമ്പോൾ അത് മറ്റൊരു ലോകമാണ്. ഗുഹാമേലാപ്പിൽ പാറയിൽ നിന്ന് ഊറി വരുന്ന ചുണ്ണാമ്പ് പുറ്റ് ശില്പരൂപം പൂണ്ട് നിൽക്കുന്നു. തലകീഴായി തൂങ്ങിക്കിടക്കുന്ന പ്രകൃതി നിർമ്മിത ശില്പങ്ങൾ. അവയിൽ നിന്ന് വിയർപ്പ് കിനിയും പോലെ ജലം ഇറ്റുവീഴുന്നു. ബാബി തടാകത്തിലെ പൂവോങ് ഗുഹയ്ക്ക്
30 മീറ്റർ വീതിയും 300 മീറ്റർ നീളവുമുണ്ട്. ചുണ്ണാമ്പ് പുറ്റുകൾ ഞാന്നുകിടക്കുന്ന ഗുഹയ്ക്കുള്ളിലേക്ക് ഊർന്നു കിടക്കുന്നത് അവിസ്മരണീയമായ അനുഭവമാണ്. ബാബി ലോകത്തെ തന്നെ ഒരു വിസ്മയമാണ്.